ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ alibaba.com ഒക്കെ പോലെ വെൻഡർമാരിൽ നിന്നും ലേബർ കോൺട്രാക്ടർമാരിൽ നിന്നൊക്കെ നമുക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ലഭിക്കും വോള്യൂംസ് ഉള്ളതുകൊണ്ട്. അത് നേരിട്ട് ക്ലയൻറ്റിന് കൊടുത്ത് ക്ലയൻറ്റ് അവരുടെ ഡ്രീം ഹോം അവിടെ കെട്ടിയെടുക്കുമ്പോൾ അവർക്ക് ഏകദേശം ആ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 10% സേവ് ചെയ്തിട്ട് അവരുടെ ഡ്രീം ഹോം കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പണ കല്ല് മുതൽ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. അതോടൊപ്പം തന്നെ ക്ലയൻറ്റിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയും സ്വന്തമായിട്ട്, അതല്ല ക്ലയൻറ്റിന് ലൊക്കേഷൻ താല്പര്യമാണെങ്കിൽ ആ സ്ഥലത്ത് ഒരു പ്ലോട്ട് പുതുതായിട്ട് വാങ്ങിയിട്ടോ, ഇനി അതും അല്ലെങ്കിലോ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടെത്തുന്ന പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ എവിടെ വേണമെങ്കിലും ഇതുപോലുള്ള വീടുകൾ ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യാം ഈ 3 മെത്തേഡ്. അങ്ങനെ ഈ കേസിൽ പാലക്കാട് വെണ്ണക്കര ഭാഗത്ത് നമ്മുടെ രാജേഷ് സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ബിൽഡ് ചെയ്തൊരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിൽ വരുന്നത്. ഈ വീട് കെട്ടുന്നത് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീടാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ആഗ്രഹമായിരുന്നു ആ സ്ഥലത്ത് തന്നെ, ആ ഏരിയയിൽ തന്നെ അവർക്കൊരു വീട് വെക്കണം. നോക്കുമ്പോൾ അവർക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് വളരെ നീളത്തിലുള്ളൊരു സ്ഥലമായിരുന്നു. ഇതിലൊക്കെ വീട് ചെയ്യാൻ പറ്റുമോ എന്ന സംശയവും അതെങ്ങനെ ചെയ്യാന്നൊക്കെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഡ്രാഫ്റ്റ്മാൻമാരും അല്ലെങ്കിൽ ആർക്കിടെക്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് വന്നു, കാര്യങ്ങളൊക്കെ റെഡിയാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ വീടിൻ്റെ എലിവേഷനാണ് ഈ കാണുന്നത്. റിയൽ എലിവേഷൻ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ കണക്ടിവിറ്റി. അതേപോലെ തന്നെ ഇത് റിയൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാനാണ്, ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പ്ലാനാണ്. ഇത് കണ്ടിട്ട് ഇന്ന് നമുക്ക് അകത്തേക്ക് വീട് കയറണി. വീട് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് അറൗണ്ട് 1119 സ്ക്വയർ ഫീറ്റാണ് അറൗണ്ട് വരുന്നത്. അറൗണ്ട് ഒരു 28 lakhs അടുത്താണ് ഇത് വരുന്നത് ടോട്ടൽ കോസ്റ്റ്. അകത്തേക്ക് കയറിയതും പ്ലോട്ടിലേക്ക് കയറിയതും ഫ്രണ്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ചെറുതായിട്ട് നല്ല ഉള്ള സ്പേസ് വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തു. നേരെ ലിവിങ് റൂമിലേക്ക് നമ്മൾ കയറുന്നു. ലിവിങ് റൂമിൽ കയറി കഴിഞ്ഞാൽ നേരെ അവിടെ തന്നെ സ്റ്റെയർ കാണാൻ മുകളിലേക്കുള്ളത്. ലിവിങ് റൂം കഴിഞ്ഞാൽ നേരെ കിച്ചൺ ഡൈനിങ് ഒരുമിച്ചാണുള്ളത്. നേരെ കുറച്ചും കൂടി പുറകോട്ട് പോകുമ്പോൾ അവിടെ ബെഡ്റൂം ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമിൽ നിന്ന് പുറത്ത് വന്ന് അവിടെ ബാത്റൂം, അവിടെ വാഷ്റൂംസ് ഉണ്ട്. വാഷ്റൂം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് നോക്കിയാൽ അറിയാം. വാഷ് ബേസിന് അവിടെ തന്നെ നമുക്ക് കാണാം. ഒപ്പം താഴെ വർക്ക് ഏരിയ ഉണ്ട്. റൈറ്റ്. ഇനി അതേപോലെ തന്നെ തിരിഞ്ഞ് അത് അന്ന് സ്റ്റെയർ കയറുമ്പോൾ സ്റ്റെയറിൻ്റെ താഴെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ്, അവിടെ ഇൻവേർട്ടർ, അതെല്ലാം അവിടെ തന്നെ ഇൻവേർട്ടർ സ്പേസ് ഒക്കെ ഉണ്ട്. നേരെ സ്റ്റെയർ കയറി തിരിഞ്ഞ് മുകളിൽ കയറി കഴിഞ്ഞാൽ മുകളിലൊരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ്. നമുക്ക് അയൺ ടേബിളൊക്കെ വെക്കാനുള്ള സ്പേസ്. ഒപ്പം നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിൽ സ്റ്റഡി ടേബിൾ, വാൾഡ്രോബ് ഒക്കെ ഇടാനുള്ള സ്പേസ്. നേരെ ആ ബെഡ്റൂമിൽ ഒരു ബാൽക്കണി, വളരെ ലോങ് ആയിട്ടുള്ളൊരു ബാൽക്കണി. ഒപ്പം അതേപോലെ ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. വാഷ്റൂം വെൽ അറേഞ്ച്ഡാണ്, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല ടൈലിങ്ങും എല്ലാം വളരെ നന്നായി ചെയ്തിട്ട് നേരെ തിരിച്ച് പുറകോട്ട് പോവുകയാണെങ്കിൽ പുറകിൽ നേരെ ഒരു ബെഡ്റൂം, അതിലും അതേമാതിരി വാഷ്റൂം. അതിൻ്റെ അവിടെ അത് കഴിഞ്ഞ് ഈ അപ്പർ ലിവിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ടെറസ്, വളരെ നല്ല വരാന്ത പോലെയൊക്കെ ഷേപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മുകളിലേക്ക് നമുക്ക് കയറാം. മുകളിൽ ടാങ്കും വാട്ടർ ടാങ്കും എല്ലാം കാണാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാരപ്പറ്റ് എല്ലാം കെട്ടി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഈ വീട് താഴെ ഇറങ്ങി നോക്കിയാൽ അറിയാം ആ ഉള്ള സ്ഥലത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നമ്മുടെ ആഡിൽ പറയുന്ന പോലെ ബിൽഡിംഗ് ക്ലയൻസ് ഡ്രീം ഹോം ബൈ സേവിങ് അറൗണ്ട് 10% എന്നുള്ള ആ വാക്ക് പ്രാബല്യത്തിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരികയാണ്. തീർച്ചയായിട്ടും വീട് എന്നുള്ളത് ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നമാണ്. ഇന്നും അത് ചില എല്ലാ ലക്ഷറി മോഡലുള്ള സെഗ്മെൻറ്റുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിലും വാല്യൂ ഫോർ മണി എന്നുള്ള റേഞ്ചിൽ അത് ചെയ്തു കൊടുക്കാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ മെത്തേഡിൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ളത് താരതമ്യേന കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങളുടെ ഈ നൂതന സിസ്റ്റത്തിന് ഓരോ കുടുംബങ്ങൾക്കും അവരുടെ ഡ്രീം ഹോം പ്രാബല്യത്തിലാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അവർ ഉപയോഗിച്ചോട്ടെ. ഒപ്പം ഞങ്ങളുടെ ഇതുപോലെ നിറയെ വീടുകൾ, ഇതൊരു ക്ലയൻറ്റിൻ്റെ സ്ഥലത്ത് കെട്ടിയിട്ടുള്ള ഒരു വീടാണ്, ഇതുപോലെ നിറയെ വീടുകൾ കെട്ടിയിട്ടുള്ളതെല്ലാം വന്ന് കണ്ട് ബോധ്യപ്പെട്ട് എന്നിട്ടത് അവരുടെ കുടുംബത്തിന് പ്രോസ്പെരിറ്റി ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുമെന്ന് പൂർണ്ണ ബോധ്യമാവുകയാണെങ്കിൽ അതെടുത്ത് പറ്റാവുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വേണ്ടി. സ്വപ്നഭവനം എന്നുള്ളത് ഏവരുടെയും മനസ്സിലൊരു മോഹമാണ്. ആ മോഹം യാഥാർത്ഥ്യമാവുമ്പോൾ അതിന്റെ സുഖം ഒന്ന് വേറെയാണ്. ശരിയല്ലേ? അന്ന് അങ്ങനെ ഒരു സുദിനമാണ് ഇന്നത്തെ സുദിനം.
നിങ്ങളുടെ മനസ്സിലെത്തും? അതെ, ഇപ്പോ ഇതിന്റെ ഒരു സ്റ്റേജ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് സ്റ്റേജ് തൊട്ടുണ്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഹോൾ ടീം തന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതൊരു ഫുൾഫിൽ ആക്കി കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ രണ്ടാമത്തെ കാര്യം ഓരോ സ്റ്റേജ് വൈസ് ഇപ്പൊ ഈവൻ ഞാനിപ്പോ ഇവിടെ ഉണ്ട് ഇല്ലാത്തതാണ്, പക്ഷെ ഈവൻ ഞാൻ അവിടെ ഇരുന്നിട്ട് പോലും എനിക്ക് വീട്ടിലെ കാര്യങ്ങളിൽ വൺബൈ ഉണ്ടായിട്ടുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ ടീം എനിക്ക് തരുന്നുണ്ടാകും, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പൊ ഇതെല്ലാം ഇതൊരു ഹോൾ ടീമായിട്ട് നമ്മളിപ്പോ ഞാൻ ക്ലൈന്റ് ആണെന്നോ നിങ്ങളൊരു കോൺട്രാക്ടർ ആണെന്നുള്ള ബേസിലല്ല പോയത്. നമുക്ക് ഒരുമിച്ച് നമ്മളൊരു വീട് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വർക്ക് എടുത്തത്. അപ്പൊ അതിന്റെ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം ഫസ്റ്റ് ടെമ്പറേച്ചർ ഉണ്ട് നിങ്ങളുടെ ടീമിന് തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അതൊരു ജീവിതത്തിൽ വലിയൊരു ഒരു ഭാഗ്യം കൈവരിക്കാൻ പറ്റിയത് ഈശ്വരായതിലും പിന്നെ എല്ലാ നല്ല രീതിയിലും. കുടുംബത്തിന്റെ വിളക്കാണ് സ്ത്രീ അല്ലേ? അപ്പൊ ആ രീതിയിൽ പറയുന്ന സമയത്ത് മാഡത്തിന്റെ അഭിപ്രായം എന്തായി? ഓരോ ആൾക്കാരുടെയും വേർപാട് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് ഹാപ്പിയാണ്. താങ്ക് യു. ഓവറോൾ ആയിട്ട് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു ചാത്തക്കുളം ടീമിന്റെ ഒരു നല്ല കോർഡിനേഷൻ ഉണ്ട് എന്നുള്ളത് സാർ പറഞ്ഞു. ഒരു സ്ഥലത്തില് അതിന്റെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് മുഖ്യമല്ല, പക്ഷെ ഏത് രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചതിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാര് അല്ലെങ്കിൽ ചുറ്റുമുള്ളവര് എന്താണ് അഭിപ്രായം നിങ്ങളോട് പറഞ്ഞത്? അതായത് ഇത് നോർമലി ഒരു ബിലോ 3 സെന്റ് ഉള്ള സ്ഥലമാണ്. ഓക്കെ. അപ്പൊ ആ സ്ഥലത്ത് ഈ രീതിയിലൊരു വീട് ഉണ്ടാക്കിയെടുത്തു. ഇവിടെ എന്റെ ഫ്രണ്ട്സ് അവരെല്ലാരും വന്നിരുന്നു. എല്ലാരും കണ്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ആക്കി ചെയ്യാൻ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം അത് പ്രോപ്പർ പ്ലാനിൽ 1 by 1 ആയിട്ട് ചെയ്തതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ആ വീട് അവിടെ കാണാൻ പറ്റുന്നത്. എല്ലാവരുടെയും അഭിപ്രായം. ഏതൊരു വീടിനും പ്ലാനിങ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ എലിവേഷൻസ്. പ്ലാനും എലിവേഷൻസ്. പ്ലാന് എലിവേഷൻ എന്നുള്ളത് പ്യൂർലി കസ്റ്റമൈസ്ഡ് ആണ് ചാത്തൻകുളത്തിന്റെ എല്ലാ കാര്യം. ഒരു സാധാരണക്കാരും വീട് എന്നുള്ള കൺസെപ്റ്റിലാണ് ചാത്തൻകുളം ഇരിക്കുന്നത്. ആ കൺസെപ്റ്റ് ഇത്രയും നല്ല പ്ലാന് ഉണ്ടാക്കിയെടുത്തിട്ട്, ഇത്രയും നല്ല എലിവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടാക്കിയോ? തീർച്ചയായിട്ടും. കാരണം ആ ഒരു പ്ലാനിങ് നമുക്ക് ഏകദേശം ഒരു 3 or 4 times നമ്മൾ ചെയ്തെടുത്തു. കാരണം ഞങ്ങൾ തൃപ്തി പറഞ്ഞാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ടീം പറയും ഇത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ആ രീതിക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് കൊണ്ടാണ് നമുക്ക് ആ വീട് അവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഞാൻ സപ്പോസ് ഒന്നാമത്തെ പ്ലാനിൽ ഓക്കെ എന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും നിങ്ങളുടെ ഭാഗത്തുള്ള ടീം പറയുന്നോട് ഇത് ശരിയല്ല, കുറച്ചും കൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസോടുകൂടി നമ്മൾ അതിന്റെ റിസൾട്ട് എടുക്കാറുണ്ട്. അതാണ് അതിന്റെ റിസൾട്ട്. നമുക്ക് ആ വീടാണ്, അതാണ് ഇതിന്റെ എല്ലാം. കുടുംബിനി എന്നുള്ള നിലയിൽ ഒരു വീടിന്റെ അകം എങ്ങനെ ഇരിക്കണം, ആകാരം എങ്ങനെ ഇരിക്കണം? അകം എന്നുള്ളത് വീടിന്റെ ഉള്ളിലാണ്, ആകാരം എന്നുള്ളത് വീടിന്റെ ചന്തമാണ്. ഇത് രണ്ടിനെ കുറിച്ചും ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മാഡം എന്ത് ഉത്തരം പറയും? സൗന്ദര്യം അല്ലെങ്കിൽ ഐശ്വര്യം. രണ്ടും ചേർന്നതാണ് അകവും. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ടീം ചാത്തൻകുളത്തിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന, നിങ്ങളോട് ഞങ്ങൾ സമീപിച്ച സമീപനം എങ്ങനെയായിരുന്നു? അതിൽ നിങ്ങൾ ഹാപ്പിയാണ്? തീർച്ചയായിട്ടും. അതിലൊരു റേറ്റിംഗ് ഇടണമെങ്കിൽ എക്സാമ്പിൾ പറയണം, 10 ആണ് ഏറ്റവും ഹൈ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 10 അല്ല, അതിന്റെ മുകളിൽ എനിക്ക് അതിലാണ് ഇഷ്ടം. പക്ഷെ നമ്മളോടുള്ള നമ്മളോടുള്ള അവർക്കുള്ള അപ്രോച്ച്, കാരണം നമ്മളൊരു കാര്യം അപ്ഡേറ്റ് ഒരു കാര്യം കൊടുത്തു, അല്ലെങ്കിൽ ഈവൻ സന്തോഷ് ആയിക്കോട്ടെ, മൻസൂർ ആയിക്കോട്ടെ, സജീവൻ ഭായ് ആയിക്കോട്ടെ, എല്ലാവരും ഇന്ന ആളെ പറയുന്നില്ല, എടുത്തിട്ട് പറയുന്നില്ല, അതിലത്തെ എല്ലാ ടീമിലത്തെ ആൾക്കാരും എല്ലാവരും അതിനുവേണ്ടി നല്ല രീതിയിൽ നമ്മളോട് അപ്രോച്ച് ചെയ്തുകൊണ്ടാണ്. ഈവൻ നമുക്കറിയാത്ത കാര്യം, നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ള ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ നമുക്കറിയാത്ത കാര്യം പോലും അവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതൊരു യാഥാർത്ഥ്യമാക്കി എടുക്കാൻ സാധിച്ചു. ഞങ്ങളുടെ ടീമിന്റെ ഒരു പ്ലെഡ്ജ് ഉണ്ട്, കമ്പനിയുടെ ഒരു പ്ലെഡ്ജ് ഉണ്ട്. ദ ടീം സ്റ്റാൻഡ്സ് ഫോർ 100% ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. അത് അർത്ഥവത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും. അതാണ് അതിന്റെ കറക്റ്റ്
കറക്റ്റ് ആ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, കാരണം അതിന്റെ എന്താന്ന് പറയാ, അതിന്റെ കറക്റ്റ് ആയിട്ട് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു. ഇനി തുടർന്ന് ഞങ്ങളുടെ സഹകരണം നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും വിളിച്ചാൽ വിളിപ്പുറത്തായിരിക്കും. ഞങ്ങൾ എപ്പോ വേണമെങ്കിലും വിളിക്കാം. നന്ദി. താങ്ക് യു. താങ്ക് യു.